കൂട്ടുകാരെ നമസ്കാരം. എൻ്റെ ചില അവസ്ഥകളൊക്കെ ഓർക്കുമ്പോൾ ഞാൻ തന്നെ ഒരുപാട് ചിരിക്കാറുണ്ട്. ചില അവസ്ഥയൊക്കെ ഞാൻ തന്നെ ഒരുപാട് ചിരിക്കാറുണ്ട്. അപ്പോൾ അതേപോലെ ഒരു അവസ്ഥയിൽ ഞാനിപ്പോൾ കിടന്നുപോയിരിക്കുകയാണ്. ഒരു കോമഡിയാണ് ഞാൻ പറയാം. ഇന്നലെ ഞാൻ രാത്രി ഉറങ്ങിക്കിടന്നപ്പോൾ ഒരു 12 മണിയൊക്കെ ആയി കാണും. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കോൾ വന്നായിരുന്നു. അപ്പോൾ ഞാനെന്തോ അർജൻറ്റ് കോളാന്ന് ഓർത്താണ് എടുത്തത്. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു. എടാ അതങ്ങനെയാണോ ഇങ്ങനെയാണൊക്കെ ചോദിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രാവിലെ ഞാൻ എണീറ്റപ്പോൾ ഒരു 18 മിസ് കോളെങ്ങാണ് കിടക്കുന്നുണ്ട്. അതേപോലെ എന്നെ വിളിക്കാത്ത ഒരാൾ എന്നെ വിളിച്ചു. മോനെ വിളിച്ചായിരുന്നു. എന്നെ ഇതുവരെ വിളിച്ചിട്ട് പോലും വിളിക്കാത്ത ഒരാളാണ്. കുറേ നാൾക്ക് ശേഷം വിളിക്കണതാണ്. മോനെ നിനക്ക് സുഖമാണോ, എന്തുണ്ട്, അച്ഛനൊക്കെ ഇപ്പോൾ സുഖമാണോ, അമ്മയൊക്കെ ജോലിക്ക് ഉണ്ടോ, അനിയനെങ്ങനെ എന്ത് ചെയ്യുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്താ പറയുക, എനിക്ക് സുഖമാണ്, വർക്കൊക്കെ എങ്ങനെ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇതുവരെ പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങളൊക്കെ പുള്ളിക്കാരൻ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുന്നു. ഇതുവരെ എന്നോട് സംസാരിക്കാറ് പോലും ഇല്ല. അപ്പോൾ ഞാൻ ഓർത്തത് എന്താണ് സംഭവം എന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും വിളിച്ചിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കോളൊക്കെ എൻ്റെ ഫോണിലേക്ക് രാവിലെ തൊട്ട് വരികയാണ്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് കോമഡിയാണ് സത്യം പറഞ്ഞാൽ. അതെൻ്റെ ഒരു കൂട്ടുകാരൻ ഒപ്പിച്ചൊരു പണിയാണ്. അതിപ്പോൾ ഒരു കോമഡി ആയിട്ട് മാറുകയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ വീട്ടിൽ ഇനി പോകുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അതേപോലത്തെ ഒരു കോമഡിയാണ്. സംഭവം വേറെ ഒന്നുമല്ല, നമ്മുടെ ഇന്നലത്തെ ഓണം ബമ്പർ 25 കോടി, അത് നെട്ടൂരിൽ നിന്നൊരു ഷോപ്പിൽ നിന്നാണത് പോയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീട് നെട്ടൂരാണ്, എറണാകുളം നെട്ടൂരാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ഗ്രൂപ്പിൽ ഇട്ടു, നമ്മളെ ശ്രീനാഥിന് ഇങ്ങനെ, എടാ ഇതേപോലെ ശ്രീനാഥിന് ലോട്ടറി അടിച്ചടാ, അവനാണ് അടിച്ചേക്കണ, അവൻ നാട് വിട്ടു. ഞാനിപ്പോൾ കോട്ടയത്താണ്. നമ്മുടെ ഒറ്റക്കൊമ്പ സിനിമയുടെ നമ്മുടെ ഒരു ചേട്ടനാണ് അതിൻ്റെ വർക്ക്, സുരേഷ് ഗോപി സാറിൻ്റെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി പുള്ളിയോടൊപ്പം ഞാൻ രാത്രി വന്നതാണ്. അപ്പോൾ ഇപ്പോൾ എന്നെ കാണാത്തതുകൊണ്ട് ഇപ്പോൾ കുറച്ച് പേരൊക്കെ വിചാരിക്കുന്നത് ഞാൻ നാട് വിട്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്നെ കാണുന്നില്ല നാട്ടിൽ. അപ്പോൾ ഞാൻ അതിന് വന്നപ്പോൾ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ തൊട്ട് ഈ കോളിങ്ങാണ്. പുള്ളിക്കാരൻ തമാശയൊക്കെ ഇട്ടതാണ് ഗ്രൂപ്പിൽ, അവനടിച്ച് അവനാണ്. പക്ഷേ അത് സ്പ്രെഡായി, ഇപ്പോൾ നാട് മൊത്തം പാട്ടാണ്. അപ്പോൾ എനിക്ക് എല്ലാവരോടും ഇതാണ് പറയാനുള്ളത്, എനിക്ക് സത്യം പറഞ്ഞ് ലോട്ടറി അടിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ വിളിച്ച് രാവിലെ വിശ്വസിച്ച് എന്നെ ഒരുപാട് അഭിനന്ദിച്ചു. എടാ ഒരുപാട് സന്തോഷമുണ്ട്, അർഹതപ്പെട്ടവൻ്റെ കയ്യിൽ തന്നെയാണ് പൈസ വന്നേക്കണേന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എന്നെ ഇതാക്കി. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് കൂട്ടുകാരാ, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല, ഞാൻ ഇതുവരെ ലോട്ടറി പോലും എടുത്തിട്ടില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കല്ല അടിച്ചേട്ടോ. ഞാനിപ്പോൾ പറയുന്നത് സത്യമായിട്ടും ഞാൻ നിരപരാധിയാണ്. എനിക്ക് അടിച്ചിട്ടില്ല. ഞാൻ നിങ്ങളുടെ മുമ്പിലൊന്ന് പറയാമെന്ന് വിചാരിച്ച് വന്നു വരികയാണ്. എനിക്ക് അടിച്ചിട്ടില്ല കേട്ടോ, ലോട്ടറി അടിച്ചിട്ടില്ല. അപ്പോൾ കൂട്ടുകാരെ താങ്ക് യു.